ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളി വിഭവമായിട്ടാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ തക്കാളി അച്ചാർ, ടൊമാറ്റോ പിക്കിൾ. നല്ലൊരു ഐറ്റമാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മൊത്തം അതേപോലെ തന്നെ ചെയ്യണം. ആ ഇൻഗ്രീഡിയൻസ് അളവിൽ, അതേ അളവിൽ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസം, അതല്ല അതിന് മേളിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്, അത്രയ്ക്ക് നല്ല സാധനമാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വെള്ളം തൊടരുത്, വെള്ളം തൊട്ട സ്പൂണൊന്നും അതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് പൂത്തു പോകും. അപ്പം അങ്ങനെ വരരുത്. അതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും അതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച് അത് ഉണ്ടാക്കണം, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ പിക്കിളാണ്. അതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ടൊമാറ്റോ ആണ്. ഈ 1 കിലോ ടൊമാറ്റോ നാടൻ തക്കാളി തന്നെ നോക്കിയെടുക്കണം. നല്ല ചുമന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ തന്നെ നോക്കിയെടുക്കണം. ചളുങ്ങിയതോ ഒന്നും പാടില്ല. നാടൻ തക്കാളി ആകുമ്പോൾ നല്ല രസവും എല്ലാം കാണും. അത് വൃത്തിയായിട്ട് കഴുകി തുടച്ച് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം. ഇതിൽ ഈർപ്പം ഒട്ടും പാടില്ല, വെള്ളമയം ഒട്ടും പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് 6 മാസത്തിന് മേളിൽ ഇരിക്കും. അതുകൊണ്ട് വേണ്ടി നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാതെ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടുന്നത് പുളിയാണ്. ഇവിടെ പുളി എടുത്തേക്കുന്ന 100 ഗ്രാം പുളി എടുത്തേക്കുവാണ്. പുതിയ പുളി തന്നെ നോക്കിയെടുക്കണം. പഴയ പുളിയാവുമ്പം അച്ചാർ കറക്കും. അതുകൊണ്ട് പുതിയ പുളി തന്നെ കുരുവും നാരും ഒന്നും ഇല്ലാണ്ട് എടുക്കണം. 100 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. 1 കിലോ തക്കാളിക്ക് 100 ഗ്രാം പുളി. പിന്നെ നമ്മൾ എടുക്കുന്നത് മുളക് പൊടിയും 100 ഗ്രാം. പിന്നെ ഒരു 80 ഗ്രാം വെളുത്തുള്ളി. പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഈ ഉലുവായും ഇത് 2 ടീസ്പൂൺ കടുക് പൊടിയാണ്. ഈ കടുകും ഉലുവ നന്നായിട്ട് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഈ കടുക് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ വലിയ കടുക് എടുക്കാൻ പാടില്ല. അച്ചാറിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പം ചെറിയ കടുക് വേണം എടുക്കാൻ. പൊടി കടുക് മേടിക്കാൻ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ വലിയ കടുക് എടുത്താൽ ഒത്തിരി കഴിക്കും. അതുകൊണ്ട് അത് കൊള്ളത്തില്ല നമ്മുടെ പിക്കിളിന്. അപ്പോൾ ടൊമാറ്റോ അച്ചാർ, എന്ത് അച്ചാർ ഉണ്ടാക്കിയാലും കടുകിൻ്റെ ഇത് ചെറിയ കടുക് എടുക്കണം. അതും വറുത്ത് പൊടിച്ചതാണ്, 2 ടീസ്പൂൺ. പിന്നെ ഉപ്പ്, 100 ഗ്രാം ഉപ്പ്. ഇവിടെ ഞാൻ കല്ലുപ്പ് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് 100 ഗ്രാം. പിന്നെ നമ്മൾ കടുക് വറക്കാൻ വേണ്ടി വേണ്ടുന്ന സാധനങ്ങളാണ്: കടലപ്പരിപ്പ് 2 ടീസ്പൂൺ, പിന്നെ ഉഴുന്ന് പരിപ്പ് 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കടുക്, പിന്നെ 7-8 വെളുത്തുള്ളി ചതച്ചത്, ഒരു 5-6 വട്ടലമുളക്, കുറച്ച് കറിവേപ്പിലയും, പിന്നെ കായപ്പൊടിയാണ്. കായപ്പൊടി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മതി. ഇതൊക്കെയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനം. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം എങ്ങനെയാണെന്ന്. ഈ തക്കാളി ഇപ്പം നമ്മൾ ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ എണ്ണയോ ഒന്നും ഒഴിക്കുന്നില്ല, ചുമ്മാ തക്കാളി മാത്രം ഞാൻ ഉരുളിയിലോട്ടിട്ടു. പിന്നെ ഈ പുളി നമ്മൾ ഇടണം. മാറ്റി വെച്ച 100 ഗ്രാം പുളി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കണം. ഒന്ന് അടച്ച് വെച്ചാൽ ആവിയിൽ വേണം ഇത് ഒന്ന് പുഴുങ്ങി വരാൻ. ഞാനിപ്പോൾ ഇത് അടച്ച് വയ്ക്കുക. അടച്ച് ഇതൊന്ന് വേവട്ടെ. ഇതിൽ എണ്ണയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. തക്കാളി ഇപ്പോൾ ഇതിൻ്റെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വയ്ക്കാൻ പാടില്ല. ഇനി തുറന്നിരുന്ന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് ഇതിനകത്തിലെ വെള്ളമയം മൊത്തം പോകണം. ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ തക്കാളിയും
പുളിയൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. തക്കാളിയുടെ നീരെല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഈർപ്പോ ഇല്ല. നമുക്ക് ഈ പരുവമാകുമ്പോൾ സ്റ്റവ് അങ്ങ് നിർത്തിയിട്ട് ഇത് തണുക്കണം. നന്നായിട്ട് തണുത്തിട്ട് വേണം ഇനി നമുക്ക് അരയ്ക്കാൻ. ഇപ്പോൾ ഈ ടൊമാറ്റോയും പുളിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാനൊരു ഉണങ്ങിയ മിക്സി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട സാധനങ്ങളാണ് മുളക് പൊടി, 100 ഗ്രാം മുളക് പൊടി, പിന്നെ 80 ഗ്രാം വെളുത്തുള്ളി, പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ വറുത്ത ഉലുവാപ്പൊടി, പിന്നെ 4 ടീസ്പൂൺ വറുത്ത കടുകിൻ്റെ പൊടി. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ കടുക് തന്നെ നമ്മൾ എടുക്കണം. ഇതെല്ലാം ചേർത്ത് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഉപ്പ്, 100 ഗ്രാം ഉപ്പ്, ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇതേ നമ്മളിപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പും പുളിയും മുളകും എല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റാണ്. ഇപ്പം ഞാൻ ഉരുളിയിലോട്ട് ഒരു 400 ഗ്രാം എള്ളെണ്ണയാണ് എടുക്കുന്നത്. അച്ചാറിന് എപ്പോഴും എള്ളെണ്ണയായിരിക്കും നല്ലത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടീസ്പൂൺ ഉഴുന്ന്, 2 ടീസ്പൂൺ ജീരകം, 5-6 വറ്റൽമുളക്, 7-8 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 3 ടീസ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില. തീ കുറച്ച് വെച്ചിട്ട് കടുക് പൊട്ടട്ടെ. ഇപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് അര ടീസ്പൂൺ കായപ്പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ച ഈ ടൊമാറ്റോ പേസ്റ്റ് ഇതിലോട്ട് ഇടുക. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ഇത് ഈ എണ്ണയ്ക്കകത്തൊന്ന് വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. എങ്കിലേ അച്ചാർ 5-6 മാസത്തേക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പൂക്കും. ഇതിനകത്തിലെ ആ പച്ച സ്മെല്ലെല്ലാം അങ്ങ് മാറണം. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് ഇതിൽ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വെന്ത് വരണം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് മേളിലോട്ട് വരും. ഇത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ആയപ്പോൾ ഞാനങ്ങ് സ്റ്റവ് അങ്ങ് നിർത്തി. എണ്ണ സൈഡിൽ നിന്നൊക്കെ തെളിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഭരണിയിലോട്ടോ
ചില്ല് കുപ്പിയിലോ മാറ്റി ഫ്രിഡ്ജിലോ വെളിയിലിരുന്നാൽ ഒരു 3 മാസം ഇരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 6 മാസത്തോളം ഒരു കേടും ഉണ്ടാവാണ്ട് ഇരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.